ഇത് കവിയുടെ നോവൽ അല്ല, നോവ്. ഇക്കാലത്തെ അല്ല, എക്കാലത്തെയും. അന്നേ എം ഗോവിന്ദൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് എഴുത്ത് എന്ന കവിതയിൽ. കത്തുകൾ മൂന്നാണിന്നു തപ്പാലിൽ, മാസം 4 വീട്ടുവാടക ബാക്കി, വക്കീലിൻ കുറിമാനം, മറ്റേതോ പ്രസാധക ശാസനം. കവിതയ്ക്കു മാർക്കറ്റിൽ അറിഞ്ഞിട്ടുമെന്തിനിച്ചവറുകൾ, ഡിക്ഷണറി എഴുതാമോ മുഴുവൻ തുക മുൻകൂർ, തെറ്റുപറ്റിയാൽ ഒട്ടിച്ചിണക്കാം തിരുത്തങ്ങൾ. പഴിയോതുകയല്ല തോഴരെ, പഴിയോതുകയല്ല തോഴരെ, കടപ്പാടു പലതും പണ്ടേ മുതലെങ്കിലും ചോദിക്കട്ടെ. എഴുത്തുമേശയ്ക്കുമേൽ പുസ്തകം കുന്നായിക്കൂട്ടി കഴുത്തും കുനിച്ചോരോ കവിത കുറിക്കുമ്പോൾ അത്താഴപ്പിഴപ്പിന്നു വഴിയെങ്ങോർക്കാറുണ്ടോ? അപ്പുറത്തവന്മാരെന്തോതുന്നെന്നറിയാമോ? 21 വയസ്സിന്നെനിക്കൻ നോവലിൻ 28-ാം പതിപ്പിറങ്ങും പിറന്നാളിൽ പങ്കുചേരുവാൻ അങ്ങു വരുമോ? വരുമെങ്കിൽ 2 വാക്കുരിയാടാൻ കൂടുമോ? കൂറിപ്പോകൂ. ചെക്കയച്ചെങ്കിൽ ചെല്ലാം എന്നു വെച്ചാലോ? പാവമച്ചെറുക്കനും ബാങ്കിൽ കാശ് കാണുമോ ബാക്കി?